തുർക്കിയും തമ്മിലുള്ള ബന്ധത്തിൽ സമീപകാലത്ത് ചില വിള്ളലുകൾ ഉണ്ടായിട്ടുണ്ട്. തുർക്കിയിൽ ഭൂകമ്പം ഉണ്ടായപ്പോൾ ഓപ്പറേഷൻ ദോസ്ത് എന്ന പേരിൽ ഇന്ത്യ മെഡിക്കൽ സംഘത്തെയും മരുന്നുകളെയും ടെന്റുകളും അടക്കം സഹായങ്ങൾ എത്തിച്ചിരുന്നു. കേരളം 10 കോടി രൂപ സഹായധനവുമായി നൽകുകയും ചെയ്തു. എന്നാൽ പഹൽഗാമിൽ പാക് ഭീകരർ നടത്തിയ കൂട്ടക്കൊലപാതകങ്ങളെ തുടർന്നുണ്ടായ ഇന്ത്യ പാക് സംഘർഷത്തിൽ തുർക്കി പാകിസ്ഥാനോടൊപ്പം നിലകൊണ്ടു. അവർ പാകിസ്ഥാന് ഡ്രോണുകളും ആയുധങ്ങളും നൽകിയത് കൂടാതെ യുദ്ധവിമാനങ്ങളും അയച്ചിരുന്നു. സ്വാഭാവികമായും ഈ വിഷയത്തിൽ തുർക്കി നിഷ്പക്ഷമായ നിലപാട് നിലകൊള്ളുമെന്ന ഇന്ത്യയുടെ പ്രതീക്ഷയ്ക്ക് ഇത് കനത്ത തിരിച്ചടിയായിരുന്നു. ഇന്ത്യ പാക് സംഘർഷത്തിന് ശേഷം പാകിസ്ഥാൻ പ്രധാനമന്ത്രി ഷെഹ്ബാസ് ഷെരീഫ് തുർക്കി സന്ദർശിക്കുകയും അവർ നൽകിയ പിന്തുണയ്ക്കും ആയുധ സഹായത്തിനും നന്ദി അറിയിക്കുകയും ചെയ്തിരുന്നു. ഈ സാഹചര്യത്തിലാണ് ഇന്ത്യൻ പ്രധാനമന്ത്രിയുടെ ഈ മാസം 15, 16 തീയതികളിൽ നടന്ന സൈപ്രസ് സന്ദർശനം പ്രാധാന്യം നേടുന്നത്. തുർക്കിയുടെ നന്ദികേടിനുള്ള ഒരു മറുപടിയായിട്ടാണ് ചില കേന്ദ്രങ്ങൾ ഈ സന്ദർശനത്തെ വിലയിരുത്തുന്നത്. സൈപ്രസ് പ്രസിഡന്റ് നിക്കോസ് ക്രിസ്റ്റോ ഗൗലീഡസിന്റെ ക്ഷണപ്രകാരമാണ് പ്രധാനമന്ത്രി സൈപ്രസിലേക്ക് എത്തിയത്. സൈപ്രസ് യൂറോപ്യൻ യൂണിയനിലെ ഒരു അംഗരാജ്യമാണ്. 2026 ജനുവരി 1 മുതൽ യൂറോപ്യൻ യൂണിയൻ അധ്യക്ഷ സ്ഥാനം സൈപ്രസ് ഏറ്റെടുക്കാൻ ഒരുങ്ങുകയാണ്. തുർക്കി ഏറെക്കാലമായി യൂറോപ്യൻ യൂണിയനിൽ അംഗത്വത്തിനായുള്ള അപേക്ഷയുമായി കാത്തിരിക്കുകയാണ്. സൈപ്രസിന്റെ ശക്തമായ എതിർപ്പ് മൂലമാണ് അവർക്ക് അംഗത്വം ലഭിക്കാത്തത്. ഒരു അംഗരാജ്യം എതിർത്താൽ പുതിയൊരു രാജ്യത്തിന് യൂണിയനിൽ അംഗത്വം നൽകാൻ കഴിയില്ല എന്നതാണ് നിയമം. സൈപ്രസ് എക്കാലവും ഇന്ത്യക്ക് പൂർണ്ണ പിന്തുണ നൽകി വരുന്ന രാജ്യമാണ്. ഇതൊരു ദ്വീപ് രാഷ്ട്രമാണ്. ഐക്യരാഷ്ട്രസഭ സുരക്ഷാ കൗൺസിലിൽ ഇന്ത്യക്ക് സ്ഥിര അംഗത്തിന് ആദ്യ പിന്തുണ നൽകിയ രാജ്യങ്ങളിൽ ഒന്നാണ് സൈപ്രസ്. ഏകദേശം 12,000 ഇന്ത്യക്കാർ അവിടെ IT, ഷിപ്പിംഗ് ഉൾപ്പെടെയുള്ള മേഖലകളിൽ ജോലി ചെയ്യുന്നുണ്ട്. UAE പോലെ ഇന്ത്യക്കാരോട് വലിയ മതിപ്പും ആദരവും പുലർത്തുന്നവരാണ് സൈപ്രസിലെ തദ്ദേശീയർ. പ്രധാനമന്ത്രിയുടെ സൈപ്രസ് സന്ദർശനത്തിൽ അവിടുത്തെ ബിസിനസ് സമൂഹത്തെ അഭിസംബോധന ചെയ്യുന്നതിനും ഇന്ത്യയിൽ നിക്ഷേപത്തിനായി അവരെ ക്ഷണിക്കുന്നതിനും ഊന്നൽ നൽകിയിട്ടുണ്ട്. ഇന്ത്യയുടെ യൂറോപ്യൻ യൂണിയനുമായുള്ള സൗഹൃദം ശക്തിപ്പെടുത്തുന്നതിനും സൈപ്രസ് ഇന്ത്യ സഹകരണം വർദ്ധിപ്പിക്കുന്നതിനും ഈ സന്ദർശനം വഴിതെളിക്കും. സൈപ്രസ് സന്ദർശനത്തിന് ശേഷം പ്രധാനമന്ത്രി കാനഡയിൽ G7 ഉച്ചകോടിയിലും പങ്കെടുത്തു കഴിഞ്ഞ് ക്രൊയേഷ്യയും സന്ദർശിച്ചു. ഒരു ഇന്ത്യൻ പ്രധാനമന്ത്രി ക്രൊയേഷ്യ സന്ദർശിക്കുന്നത് ഇത് ആദ്യമായിട്ടാണ്. ഇത് ഇന്ത്യയുടെ വിദേശ നയത്തിലെ പുതിയ ദിശാബോധത്തെ സൂചിപ്പിക്കുന്നു. സൈപ്രസും തുർക്കിയും തമ്മിൽ ദീർഘകാലമായി നിലനിൽക്കുന്ന ഒരു തർക്കമുണ്ട്. സൈപ്രസിൽ തുർക്കി വിഭാഗവും ഗ്രീക്ക് വിഭാഗവുമാണ് പ്രധാനമായും അധിവസിക്കുന്നത്. ജനസംഖ്യയുടെ 78% ഗ്രീക്ക് വംശജരായ ക്രിസ്ത്യൻ വിഭാഗക്കാരും 18% തുർക്കി വംശജരായ ഇസ്ലാം മതസ്ഥരുമാണ്. ഹിന്ദുക്കളും യഹൂദരും അവിടെ ചെറിയ വിഭാഗങ്ങളാണ്. 2% മതമില്ലാത്തവരുമുണ്ട്. തുർക്കി ഗ്രീക്ക് വിഭാഗങ്ങൾ തമ്മിലുള്ള വിഭാഗീയത പല ഘട്ടങ്ങളിലും ആക്രമണങ്ങൾക്ക് വഴിവെച്ചിട്ടുണ്ട്. 1974 തുർക്കി സൈപ്രസിനെ ആക്രമിക്കുകയും ബാരോഷ് നഗരം പിടിച്ചെടുക്കുകയും ചെയ്തിരുന്നു. ഇതിനുശേഷം സൈപ്രസ് 2 ഭാഗങ്ങളായി വേർപെട്ടു. തുർക്കി വംശജർ ദ്വീപിലെ ഒരു പ്രത്യേക ഭാഗത്തെ ഒരു സ്വതന്ത്ര രാജ്യമായി പ്രഖ്യാപിച്ചുവെങ്കിലും തുർക്കി അല്ലാതെ മറ്റൊരു രാജ്യവും ഇന്ന് വരെ അവരെ അംഗീകരിച്ചിട്ടില്ല. തുർക്കിയുടെ 35,000 സൈനികരാണ് ഇപ്പോഴും സൈപ്രസിൽ നിലകൊള്ളുന്നത്. അതേസമയം സൈപ്രസിലെ ഗ്രീക്ക് വിഭാഗത്തെ ഐക്യരാഷ്ട്രസഭയും അമേരിക്ക ഉൾപ്പെടെയുള്ള ലോകരാജ്യങ്ങളും അംഗീകരിച്ചിട്ടുണ്ട്. അവർ യൂറോപ്യൻ യൂണിയനിലും അംഗമാണ്. നാറ്റോ സഖ്യകക്ഷിയായിട്ടും തുർക്കിക്ക് ഇക്കാര്യത്തിൽ ഒരു നേട്ടവും ഉണ്ടാക്കാനായിട്ടില്ല. 2021 സൈപ്രസ് പ്രശ്നം പരിഹരിക്കുന്നതിനായി ഗ്രീക്ക് തുർക്കി വംശജരുടേതായ 2 രാജ്യങ്ങൾ എന്ന ഫോർമുല തുർക്കി പ്രസിഡന്റ് എർദോഗൻ മുന്നോട്ട് വെച്ചെങ്കിലും സൈപ്രസിനൊപ്പം ഇസ്രയേലും ഇതിനെ എതിർത്തതോടെ തുർക്കി ആ വിഷയത്തിൽ ഒറ്റപ്പെട്ടു. തുർക്കി സൈപ്രസിൽ നിന്ന് തങ്ങളുടെ സൈനികരെ തിരിച്ചു വിളിക്കണമെന്ന സൈപ്രസിന്റെ ആവശ്യത്തിന് ക്രൊയേഷ്യയും ഇസ്രയേലും പൂർണ്ണ പിന്തുണയും പ്രഖ്യാപിച്ചു. ഐക്യരാഷ്ട്രസഭയിൽ ഇന്ത്യ സൈപ്രസിനെ പല ഘട്ടങ്ങളിലും അനുകൂലിക്കുകയും ചെയ്തതോടെ തുർക്കി ആ മേഖലയിൽ ഒറ്റപ്പെട്ടു. കൂടാതെ സ്വന്തം രാജ്യത്തെ കുർദ് ജനതയോട് തുർക്കി സർക്കാർ നടത്തുന്ന ക്രൂരമായ നടപടികൾ അന്താരാഷ്ട്ര തലത്തിൽ വലിയ വിമർശനങ്ങൾ ഏറ്റുവാങ്ങിയിട്ടുണ്ട്. മുസ്ലിങ്ങളായിട്ടും കുർദ് ജനതയെ നിഷ്ഠൂരമായി വ്യോമ ബോംബാക്രമണത്തിൽ കൊലപ്പെടുത്തുകയും അവരുടെ സ്വാതന്ത്ര്യവും അധികാരവും ഹനിക്കുകയും ചെയ്യുന്ന തുർക്കി ഭരണകൂടത്തിന്റെ നടപടികളെ യൂറോപ്യൻ കോർട്ട് ഓഫ് ഹ്യൂമൻ റൈറ്റ്സ് ഉൾപ്പെടെയുള്ള അന്താരാഷ്ട്ര മനുഷ്യാവകാശ സംഘടനകൾ ഒന്നടങ്കം അപലപിച്ചിട്ടുണ്ട്. തുർക്കിയുടെ ജനസംഖ്യയിൽ 18% മുതൽ 23% വരെ കുർദ് മുസ്ലിം വിഭാഗങ്ങളാണ്. എന്നാൽ അവർക്ക് രാഷ്ട്രീയ പാർട്ടി ഉണ്ടാക്കാനോ പ്രവർത്തിക്കാനോ അവരുടെ ഭാഷാ സ്കൂളുകളിൽ പഠിപ്പിക്കാനോ അവകാശമില്ല. ഇതുവരെ 40,000 മുതൽ 70,000 വരെ കുർദുകളെ തുർക്കി സൈന്യം കൊലപ്പെടുത്തിയിട്ടുണ്ട്. 18,000-ലധികം കുർദുകളെ നാടുകടത്തിയിട്ടുമുണ്ട്. കുർദുകൾ രൂപീകരിച്ച 3 രാഷ്ട്രീയ പാർട്ടികളും കുർദിഷ് എന്ന പേരുള്ളതിനാൽ നിരോധിക്കപ്പെട്ടു. സ്വന്തം ജന്മനാട്ടിൽ അവകാശങ്ങൾക്ക് വേണ്ടി ഇന്നും നിശബ്ദം പോരാടുന്ന ഒരു ജനതയുടെ നാവരിയുന്ന പ്രവർത്തനങ്ങളാണ് തുർക്കി ഭരണകൂടം ചെയ്തുകൊണ്ടിരിക്കുന്നത്.